DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, KSEB ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരമാണ് ഭിന്നശേഷിക്കാരും ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾക്ക് താരിഫിൽ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ 5 മുതൽ 2027 മാർച്ച് 31 വരെ ഈ ഇളവ് ബാധകമാകും. ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിലെ പ്രതിമാസ ഉപഭോഗത്തിലെ ആദ്യ 100 യൂണിറ്റ് ഉപഭോഗം വരെ പ്രതി യൂണിറ്റിന് ₹1.50 എന്ന കുറഞ്ഞ നിരക്കാണ് താരിഫ് ഉത്തരവ് പ്രകാരം നൽകേണ്ടി വരിക. 100 യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള നിരക്ക് ബാധകമാകും. 40% അതിലധികമോ സ്ഥിരമായ ഭിന്നശേഷിയുള്ളവരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന 2000 വാട്ടോ അതിൽ താഴെയോ കണക്റ്റഡ് ലോഡുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അതായത് BPL വിഭാഗ കുടുംബാംഗങ്ങൾക്കാണ് ഈ ഇളവ് ലഭ്യമാകുക. ഇതിനായി ഓഫീസിൽ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഉപഭോക്താവിന്റെ അപേക്ഷ, അതോടൊപ്പം ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തി ഉപഭോക്താവിന്റെ കൂടെ താമസിക്കുന്നയാളാണെന്ന് തെളിയിക്കാനുള്ള രേഖ. ഇതിനായി റേഷൻ കാർഡിന്റെ കോപ്പിയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തിയുടെ പേരിലാണ് വൈദ്യുതി കണക്ഷനെങ്കിൽ കൂടെ താമസിക്കുന്നയാളാണെന്ന് തെളിയിക്കാനുള്ള രേഖ ആവശ്യമില്ല. ഭിന്നശേഷിക്കാരനാണെങ്കിൽ 40% അതിലധികമോ സ്ഥിര ഭിന്നശേഷിയുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ക്യാൻസർ രോഗിയെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയെന്ന് തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും നൽകണം. ഈ പറഞ്ഞ രേഖകളോടൊപ്പമുള്ള അപേക്ഷകൾ പരിശോധിച്ച് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഉപഭോക്താവിന്റെ കണക്റ്റഡ് ലോഡ് 2 കിലോവാട്ടിന് മുകളിലല്ല എന്ന് ഉറപ്പാക്കണം. ഇതിനുശേഷം ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ സെക്ഷൻ ഇനിഷ്യേറ്റഡായി ഉപഭോക്താവിന്റെ പർപ്പസ് ഡൊമസ്റ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആക്കി മാറ്റണം. തുടർന്ന് വരുന്ന ബില്ലുകളിൽ ഉപഭോക്താവിന് ഇളവ് ലഭിച്ചു തുടങ്ങും. അടുത്ത അറിയിപ്പ്, വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ദിവസത്തിൽ 2 നിരക്കെന്ന പുതിയ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ കുറഞ്ഞ നിരക്കും 4 മുതൽ അടുത്ത ദിവസം രാവിലെ 9 വരെ കൂടിയ നിരക്കുമായിരിക്കും ഈടാക്കുക. പകൽ സമയങ്ങളിൽ സൗരോർജ്ജം കൂടി ഉപയോഗപ്പെടുത്താനാകുന്നതിനാലാണ് ഈ ആനുകൂല്യം വാഹന ഉടമകൾക്ക് ലഭിക്കുന്നതെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. നിലവിൽ ചാർജിംഗ് ചെയ്യാൻ പൊതുവായ നിരക്ക് യൂണിറ്റ് ₹7.15. ഇത് വൈകുന്നേരം 4-ന് മുമ്പാണെങ്കിൽ 30% കുറവായിരിക്കും. അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ ചാർജ് ചെയ്യാൻ യൂണിറ്റിന് ₹5 എന്നാൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ ചാർജ് ചെയ്യാൻ 30% അധികം നൽകേണ്ടി വരും. ഇത് യൂണിറ്റിന് ₹9.30 ചിലവ് വരും. ഇതിനെല്ലാം പുറമെ ഓരോ ഇടത്തും വ്യത്യസ്ത നിരക്കിൽ സർവീസ് ചാർജും ഈടാക്കുന്നതായിരിക്കും. രാത്രിയിൽ കൂടുതൽ വാഹനങ്ങൾ ചാർജ് ചെയ്താൽ സൗരോർജ്ജം പോലുള്ള ഹരിത സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്താനാവില്ല. ഇത് കാർബൺ വികിരണം കൂട്ടുമെന്ന് മാത്രമല്ല വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് കാർബൺ വികിരണം കുറക്കുക എന്ന ലക്ഷ്യത്തിനെതിരാണെന്നും ചാർജിംഗ് പകൽ സമയങ്ങളിൽ നടത്തിയാൽ രാത്രിയിലെ വൈദ്യുതിയുടെ അമിതോപയോഗം കുറക്കാനാകുമെന്നും റെഗുലേറ്ററി കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചതനുസരിച്ച് വാഹന ചാർജിങ്ങിന് 2 നിരക്ക് നിശ്ചയിച്ചിരുന്നു. തുടക്കത്തിൽ 3 സമയമേഖലകളായി തിരിച്ചിരുന്നെങ്കിലും ചാർജിംഗ് സ്റ്റേഷനുകളുടെ അപര്യാപ്തതയിൽ സമയമേഖലകൾ 2ആയി ചുരുക്കി. ഈ സമയമേഖലകൾ അനുസരിച്ച് മീറ്ററുകൾ ക്രമീകരിക്കാനും പുതിയത് സ്ഥാപിക്കാനും ഏപ്രിൽ 1 വരെയാണ് റെഗുലേറ്ററി കമ്മീഷൻ സമയം നൽകിയിരുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നടത്തുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനകം തന്നെ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നുണ്ടെന്ന് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട ₹7 നിരക്കിലും 1 കിലോ പഞ്ചസാര ₹27 ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട ₹9 നിരക്കിലും ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് ₹4 നിരക്കിൽ ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് ₹10.90 നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് ₹10.90 നിരക്കിൽ ലഭിക്കും. NPI ബ്രൗൺ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് ₹10.90 നിരക്കിൽ ലഭിക്കും. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന് അറിയിപ്പെത്തുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത്. 5676 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇതിൽ 5088 കിലോ ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കിയുള്ള വിഹിതം ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള എന്നീ കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. സംസ്ഥാനത്ത് മഞ്ഞ, നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് 2 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല.
അടുത്ത അറിയിപ്പ്, മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഗഡുക്കളായ 3200 രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുടിശ്ശിക പെൻഷനിൽ 1 ഗഡുവും മെയ് മാസത്തെ പെൻഷനായ 1600 രൂപയും ചേർത്താണ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മെയ് പകുതിക്ക് ശേഷമായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ അടുത്തയാഴ്ച അവസാനത്തോടെ ചിലപ്പോൾ വിതരണം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.